ആറാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ F-47ന്റെ അനാച്ഛാദനം യുഎസ് വ്യോമസേനയ്ക്കും ബോയിങ്ങിനും സുപ്രധാന നാഴികക്കല്ലാണ്. തെരഞ്ഞെടുത്ത നിർമ്മാതാവെന്ന നിലയിൽ സമീപവർഷങ്ങളിൽ അവയുടെ പ്രശസ്തി കുറഞ്ഞുവരുന്നത് കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ബോയിങ് വലിയ സമ്മർദ്ദമാണ് നേരിടുന്നത്. 2005 മുതൽ സർവീസിലുള്ള അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ F-22വിന് പകരമായി F-47 എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു യൂണിറ്റിന് $300 മില്യൺ വിലയുള്ള F-47 യുഎസ് വ്യോമസേനയ്ക്ക് ഗണ്യമായ നിക്ഷേപമാണ്. എന്നിരുന്നാലും ബോയിങ്ങിന് സമീപകാല തിരിച്ചടികളിൽ നിന്ന് കരകയറാനും ഈ പദ്ധതിയിൽ വിജയിക്കാനും കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. 737 മാക്സ് പ്രതിസന്ധിയും KC-46 ടാങ്കർ പ്രോഗ്രാമിലെ കാലതാമസവും ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ കാരണം സമീപ വർഷങ്ങളിൽ ബോയിങ്ങിന്റെ പ്രശസ്തിക്ക് ഇടിവ് സംഭവിച്ചിരുന്നു. അതിസങ്കീർണമായ പദ്ധതികൾ കൈകാര്യം ചെയ്യാനും അവ കൃത്യസമയത്ത് എത്തിക്കാനുമുള്ള കമ്പനിയുടെ കഴിവിനെക്കുറിച്ച് ഈ തിരിച്ചടികൾ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല, ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വികസനം അതിസങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു ജോലിയാണ്. ഈ വിമാനങ്ങൾക്ക് കൃത്രിമ ബുദ്ധി, ഹൈപ്പർസോണിക് വേഗത, നൂതന സ്റ്റെൽത്ത് സവിശേഷതകൾ എന്നിവയുൾപ്പെടെ നൂതന കഴിവുകൾ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനങ്ങൾക്കായുള്ള സാങ്കേതിക ആവശ്യകതകൾ വളരെയധികം ഉയർന്നു നിൽക്കുന്നതാണ്. കൂടാതെ എന്തെങ്കിലും കാലതാമസമോ തിരിച്ചടികളോ പദ്ധതിയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ വെല്ലുവിളികൾക്കിടയിലും F-15, F-18 എന്നിവയുൾപ്പെടെ അതിസങ്കീർണമായ സൈനിക പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ബോയിങ്ങിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. പുതിയ തരം നൂതന സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള ഗവേഷണത്തിലും വികസനത്തിലും കമ്പനി വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. യുഎസ് വ്യോമസേന ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും വർദ്ധിച്ച മത്സരം നേരിടുന്ന സമയത്താണ് F-47 പദ്ധതിയും വരുന്നത്. J-36, J-50 പോലുള്ള ആറാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ വികസനം ഉൾപ്പെടെ ചൈനീസ് സൈന്യം തങ്ങളുടെ വ്യോമസേനയെ വേഗത്തിൽ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യോമമേധാവിത്വം നിലനിർത്താൻ യുഎസ് വ്യോമസേന തലയുയർത്തിപ്പിടിച്ച് മുന്നിൽ നിൽക്കേണ്ടതുണ്ട്. F-47 പദ്ധതി ഈ ശ്രമത്തിന്റെ നിർണായക ഭാഗമാണ്. F-47 നടപ്പിലാക്കുന്നതിൽ ബോയിങ് വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും വിജയിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യവും വിഭവങ്ങളും കമ്പനിക്കുണ്ട്. വ്യോമമേധാവിത്വം നിലനിർത്താൻ യുഎസ് വ്യോമസേനയ്ക്ക് F-47 ആവശ്യമാണ്. ബോയിങ് അവയുടെ പ്രശസ്തി വീണ്ടെടുക്കാൻ ഈ പദ്ധതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. F-47 പദ്ധതിയുടെ വിജയം ബോയിങ്ങിന്റെ സങ്കീർണത കൈകാര്യം ചെയ്യാനും ഗവേഷണത്തിലും വികസനത്തിലും നിക്ഷേപിക്കാനും അവയുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുമുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും.